അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മക്കയിൽ ഉംറയ്ക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ ജബൽ സൗർ കയറുകയാണ്. എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉംറയ്ക്ക് ഒരുപാട് പ്രാവശ്യമായി വരുന്നു. പക്ഷേ പല കാരണം കൊണ്ടും ഇതുവരെ ജബൽ സൗർ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഹജ്മാരെ കൊണ്ട് ആദ്യം ജബൽ നൂർ ഹിറാ ഗുഹ കാണാൻ വേണ്ടിയിട്ട് ജബൽ നൂർ കയറാറുണ്ട്. അത് കയറി കഴിഞ്ഞ് അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാലുവേദനയും ശരീരവേദനയൊക്കെ ആയിട്ട് പിന്നെ ജബൽ സൗർ എന്നുള്ളത് ഹാജിമാരും താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അപ്പോഴത്തേക്കും ക്ഷീണമായിരിക്കും, മറ്റു തിരക്കുകളിലായി പോകും, ഷോപ്പിങ്ങൊക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അതായത് ജനുവരി 6-ാം തീയതി 2025 ജനുവരി 6 പുലർച്ചെയാണ് ഞങ്ങൾ മക്കത്തെത്തിയത്. ഇന്നലെ ഉംറ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഷെഡ്യൂൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ജബൽ നൂർ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് ജബൽ സൗർ കയറാലോ എന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ നേരത്തെ പുലർച്ചെ തന്നെ വണ്ടിയൊക്കെ വിളിച്ച് ടാക്സി വിളിച്ച് ഞങ്ങൾ 13 പേര് ഇന്ന് ജബൽ നൂർ കയറാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവിടെ താഴത്തെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഇന്ന് ക്ലോസ് ആണ്, മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. ഗുഹ അതെന്ന് വെച്ചാൽ ഇന്നലെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതിശക്തമായ മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കുത്തി ഒലിച്ച് വന്ന് മക്കയിൽ തന്നെ അവിടെ ഹറം പരിസരത്ത് തന്നെ വലിയ വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാലും അത് ഇന്നത്തേക്ക് ജബൽ നൂറിലേക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ മുകളിലൊക്കെ പ്രശ്നമാണ്, സേഫല്ല ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് അവിടെയൊക്കെ മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും പുറപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജബൽ സൗറിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഓപ്പണാണ്. താഴത്തൊരു പണിക്കാരൻ പറഞ്ഞത് ഇന്നലെ മൊത്തം മഴയിൽ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ആ ഇടിമിന്നലിൽ 2 പേർക്ക് ഇടി തട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടായിരുന്നതാണ്. അത് എന്തായെന്ന് അറിയില്ല. അപ്പോൾ അത്രയും അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു. എന്തായാലും അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ജബൽ സൗർ കയറാണ്. അൽഹംദുലില്ലാ. ജബൽ സൗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രമുണ്ട് അതിൽ. പ്രത്യേകിച്ചും നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് ആണ് ഹിജറ സൗർ എന്നുള്ള പേര് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൗഹീദിൻ്റെ പ്രബോധനം നടത്തി. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടായി. പലരും ഷഹീദായി. സുമയ്യ റളിയല്ലാഹുയും യാസർ റളിയല്ലാഹുവൊക്കെ ഷഹീദായി. പിന്നെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ പിന്നീട് അഖബ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു മദീനയിൽ റസൂലുള്ളാഹിക്ക് ഒരു അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഹിജ്റ പോകുന്നത്. അപ്പോൾ ആ ഹിജ്റ പോകുന്ന സമയത്ത് പിന്നെ കുടിക്കാം, ഞാൻ ചെറിയ വീഡിയോയിലാണ് വേണ്ടി വീഡിയോയിലാണ് ചായ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹിജ്റയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പാഠങ്ങളിൽ ഒരു പാഠം റസൂലുള്ളാഹിൻ്റെ ആസൂത്രണം. നമ്മൾ ജബൽ സൗറിൽ കയറുമ്പോൾ ഉള്ള ചെറിയൊരു ചായക്കട കേട്ടോ. ഇവിടെ എൻ്റെ മുത്തച്ഛനും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മുമ്പിൽ കയറി പോയതായിരുന്നു. അപ്പോൾ അവർ ചായ ഓഫർ ചെയ്തു. ചെറിയൊരു ചായക്കടയാണ്. അപ്പോൾ മക്കയിൽ നിന്ന് രാത്രിയിൽ പുറപ്പെട്ടതും അലി റളിയല്ലാഹു തന്നെ വിരിപ്പിൽ കിടത്തി സൂക്ഷിപ്പ് മുതലാളൊക്കെ ഏൽപ്പിച്ചു. ആ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ റസൂലുള്ളാഹിൻ്റെ ഒരു പ്ലാനിങ് ആണ്. ജബൽ സൗറിൽ റസൂൽ ഒളിഞ്ഞിരുന്നു എന്നുള്ളത് വലിയ പ്ലാനിങ്ങിൻ്റെ. അത് മക്ക ടു മദീന ഉള്ള സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്ന റൂട്ടിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല സൗർ വരുന്നത്. അതിൻ്റെ ഒരു ജോഗ്രഫി നോക്കുകയാണെങ്കിൽ നമ്മൾ മാപ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മദീനയിലേക്കാണ് ഹിജ്റ പോകുന്നത് മക്കയെന്ന്. പക്ഷേ അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലമല്ല സൗർ എന്ന് പറയുന്നത്. വേറെ റൂട്ടിലൂടെ പിന്നെ പാസ് ചെയ്ത് പോയി. പിന്നെ എന്നിട്ട് അവിടെ സൗറിൽ ഒളിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും തെരച്ചിൽ മക്ക ടു മദീന റൂട്ടിലായിരിക്കും ശത്രുക്കളുടെ തെരച്ചിലുണ്ടാവുന്നതുകൊണ്ട് മറ്റൊരു റൂട്ടിൽ വന്നിട്ട് സൗറിൽ കയറി ഒളിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ല കയറ്റമുണ്ട് ജബൽ നൂറിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് അധികം ആളുകൾ ജബൽ നൂറിൽ വരുന്ന അത്രത്തോന ആളുകൾ സൗറിലേക്ക് വരാറില്ല. കാരണം കുറച്ചുകൂടി അധികം കയറ്റമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആളുകൾ പിന്നെ അപൂർവം എന്ന് പറയാൻ പറ്റില്ല, ജബൽ നൂറിനെ അപേക്ഷിച്ചിട്ട് കുറവായിട്ടാണ് വരിക. ഞാനും അതുകൊണ്ട് ഇതുവരെ വന്നിട്ടുണ്ടായില്ല. പഠിച്ചതിന് അങ്ങനെ ഒരു അവസരം തന്നെയാണ്. ജബൽ നൂർ ക്ലോസ് ആയതുകൊണ്ട് അവിടെ മഴൻ്റെ പ്രശ്നം കൊണ്ട് അവിടെ ഇപ്പോൾ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റി, അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ കയറണം. ഇതിൻ്റെ ഒരു ത്യാഗം എന്ന് പറയുമ്പോഴേ നമുക്ക് ഇത്രയും കാലം കയറിയില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിൽ ഒളിഞ്ഞു. അത് ഖുർആനിൽ തന്നെ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇദ്ഹുമ ഫിൽ ഗാർ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ തന്നെ പരാമർശമുണ്ട്. ആ ഗുഹയാണ്. അവർ ഒളിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, സത്യത്തിലും ആ ഹറമിൻ്റെ പരിസരത്ത് നിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ ദൂരമുണ്ട് ഇങ്ങോട്ട്. റസൂൽ അബൂബക്കർ റളിയല്ലാഹു മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവർ ഇവർക്കുള്ള ഭക്ഷണമായിട്ട് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒളിഞ്ഞതിന് ശേഷം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തെ ഭക്ഷണമായിട്ട് എത്തണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണമായിട്ട് വരാറുണ്ടായിരുന്നു. വന്നിട്ട് ഇവർക്ക് ഭക്ഷണം എത്തിച്ചു. അപ്പോൾ ഇത്രയും ദൂരം, ഇത്രയും വലിയ കയറ്റത്തിൽ ഇപ്പോൾ കുറേയൊക്കെ ചെറിയ തോതിലുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അന്ന് ഈ സ്റ്റെപ്പൊന്നും ഇല്ലാത്ത കാലത്ത് അവർ ഒരു അരപ്പട്ട, ഒരു ഷാൾ കൊണ്ട് അതിൽ ഭക്ഷണം പൊതിഞ്ഞ് അരയിൽ കെട്ടി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പട്ട എന്നുള്ള ദാത്തു നിതാഖൈൻ എന്ന അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് പേരുണ്ട്. മക്കയിലെ മുഅല്ല ഖബർസ്ഥാനിൽ അവരുടെ ഖബറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അടുത്തായിട്ട് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഖബർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് ഈ ജബൽ സൗർ കയറുമ്പോൾ ശുക്രൻ ജസാക്കുമുല്ലാ ചായ കിട്ടിയിട്ടുണ്ട്. അപ്പം അസ്മാ റളിയല്ലാഹു അൻഹയുടെയൊക്കെ ഒരു ഓർമ്മയും ഒക്കെ വരികയാണ്. അതുപോലെ അവരിവിടെ ഒളിഞ്ഞിരുന്നപ്പോഴുള്ള ശത്രുക്കൾ അവസാനം മറ്റെല്ലായിടത്തും തിരഞ്ഞെടുത്ത് കിട്ടാണ്ടിരുന്നപ്പോൾ അവർ ഈ വഴിയും വന്നിട്ട് തിരഞ്ഞപ്പോൾ അവരുടെ കാലുകൾ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലെ അവരെങ്ങനെ നമ്മളെ കണ്ടാൽ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, മാലക യാ അബൂബക്കർ, നിനക്ക് എന്താണ് അബൂബക്കറെ? 2 പേരോടൊപ്പം 3-ാമനായിട്ട് അള്ളാഹു കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ നിൻ്റെ ധാരണ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തവക്കുലിൻ്റെ ഒരു പാഠം അതിലുണ്ട്. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പിലുള്ള നിമിഷം എത്ര ക്രിട്ടിക്കലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കാവലുണ്ടെങ്കിൽ എത്ര നിർണായകമായ അല്ലെങ്കിൽ എത്ര രൂക്ഷമായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളും അതൊരു പ്രശ്നമാവില്ല എന്നുള്ള ധൈര്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. ഗുഹയിൽ ഒളിച്ചിരുന്നു. അത് നമ്മുടെ ഈ തവക്കുൽ ചെയ്യുന്നതിൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പ്ലാൻ ചെയ്യുക, പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള അടിസ്ഥാനത്തിൽ ഒളിഞ്ഞിരുന്നു. പക്ഷേ ശത്രുക്കൾ തൊട്ട് മുമ്പിലെത്തിയപ്പോഴും അല്പം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എന്തുകൊണ്ട് ഹിജറയുടെ പാഠങ്ങൾ എന്ന് പറയുന്ന സംഗതി വേറെ തന്നെയാണ്. എന്തായാലും അതൊക്കെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പുകളുണ്ട് ഇവിടെ ജബൽ സൗറിലേക്ക്. ഇങ്ങനെ കരിങ്കല്ലുകൾ അടുക്കി വെച്ചിട്ട് ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യമുണ്ട്. ജബൽ നൂറും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ അവിടെ ഗവൺമെൻറ് പുതിയ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപ്പുറത്തൊരു 2 കുന്നുകളായിട്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ലോങ് റോഡ് അവരുണ്ടാക്കി, മണ്ണിട്ട റോഡ്. അപ്പോൾ മൺ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇനി ഭാവിയിൽ ഒരു ടാറൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ മൺ റോഡാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇല്ലെങ്കിലും ചെങ്കുത്തായിട്ടുള്ള കയറ്റമല്ല, ലോങ് ആയിട്ടുള്ളൊരു കയറ്റമായതുകൊണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം നടക്കണം. അതിൻ്റെ ഒരു പ്രയാസവും നമുക്ക് സത്യത്തിൽ അതിലുണ്ടാവും. അങ്ങനെ എത്രയും ദൂരം നടക്കണമല്ലോ. അപ്പം മാത്രമല്ല തിരിച്ചിറങ്ങുമ്പോഴാണെങ്കിലും കാലിൽ ഗ്രിപ്പ് കിട്ടില്ല, സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട്. മണ്ണായതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ മണ്ണ് ഉറപ്പുള്ള മണ്ണുമായിരിക്കില്ല. അപ്പം കയറ്റം ഇറങ്ങുമ്പോൾ പൊതുവേ നമ്മൾ കാലിൽ മസിലൊക്കെ വീക്കായി ഉണ്ടാവും. കൂടാണ്ട് ഈ മണ്ണ് ഉറപ്പുള്ള മണ്ണില്ലാതെയുള്ള സ്ലോപ്പായിട്ടുള്ള വഴിയായതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രെയിനാണ് ഇപ്പോൾ. ഫ്യൂച്ചറിലെങ്കിൽ അവിടേക്ക് ടാർ ചെയ്തിട്ട് മുകളിലേക്ക് കുറച്ചും കൂടി മുകളിലേക്ക് വരേക്ക് വണ്ടിയൊക്കെ സർവീസ് ഉണ്ടാകുന്ന അവസ്ഥ വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ പ്ലാൻ ഉണ്ടാവും. ഈ ഇലക്ട്രിക് പിന്നെ ഷട്ടിലടിക്കുന്ന കണ്ടുണ്ടല്ലോ, എന്തെങ്കിലും പറയാം, ഹിൽ ഏരിയയിലൊക്കെ അതുപോലത്തെ വെഹിക്കിൾ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അപ്പോൾ നേരം നമ്മൾ കയറി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരൊക്കെ മുകളിലെത്തി. 2 പേര് നമ്മൾ കാണുന്നുണ്ട്. അക്സട്ടാൾസിൻ്റെ തട്ടമായിട്ടായിട്ട് 2 സ്ത്രീകൾ പോകുന്ന കാണുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴേ അതുപോലെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗിംബലും മൈക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ക്യാപ്പിൽ അവരൊക്കെ മുകളിൽ കയറിപ്പോയി. അവിടെ എൻ്റെ മുത്തച്ഛൻ കയറി ചെയ്തുണ്ട്. ഓക്കെ,
ഭയങ്കര വൈബാണ്. അതാ നമ്മളൊന്ന് നേരത്തെ കാണുന്ന ക്ലോക്ക് ടവർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ദൂരെ കാണുന്നത് ക്ലോക്ക് ടവറാണ്. അവിടെയാണ് ഹറം പള്ളിയൊക്കെ ഉള്ളത്. രാവിലെ സുബഹിയുടെ സമയം മുതൽ ആണ് ഇവിടെ. ആ സമയത്താണ് തിരക്കുണ്ടാവുക. പിന്നെ ചിലർക്ക് സുബഹിക്ക് മുമ്പ് രാത്രിയിലൊക്കെ കയറുന്നവരുണ്ട്. സുബഹി നിസ്കരിച്ചിട്ടാണ് കയറുകയാണെങ്കിൽ ഇടയിൽ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരുപാട് പേര് വരുന്നതിന് നമുക്ക് ഏകദേശം തിരിച്ചെത്താൻ പറ്റും. അപ്പം പൊതുവെ ആളുകൾ പ്രിഫർ ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് ജബൽ നൂർ കയറാനാണെങ്കിലും അതുപോലെ ജബൽ സോർ കയറാനാണെങ്കിലും സുബഹിയുടെ ഒരു സമയമാണ്. ഇവിടെ വീണ്ടും ചെറിയൊരു ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരാൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. അവരുടെ ഉറക്കമൊക്കെ ഇവിടെ തന്നെയാണ്. ഭയങ്കര അതിശയം വെച്ചാൽ ഈ ഒരു കച്ചവടത്തിൻ്റെ സാധനങ്ങളൊക്കെ കെട്ടിയേറ്റി കൊണ്ടുവരേണ്ടല്ലോ എന്നുള്ളതാണ്. അത്രയും ഹൈറ്റിൽ, അത്യാവശ്യം നല്ല ഹൈറ്റാണ് ഉണ്ടോ, അത്രയും ഹൈറ്റിൽ അവർ സാധനങ്ങൾ, അത് വെള്ളം, പിന്നെ നാരങ്ങ വെള്ളം, ചായ, കാപ്പി, പിന്നെ സ്നാക്സും മറ്റു പല സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഇത്രയും ഹൈറ്റിൽ അവർ കെട്ടിയേറ്റി കൊണ്ടുവരണമല്ലോ എന്നുള്ളതാണ്. ചിലപ്പോൾ ചില സ്ത്രീകൾ, സങ്കടം തോന്നും, സ്ത്രീകളൊക്കെ വളരെ ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകളൊക്കെ അവർ ചെറിയ കുഞ്ഞുണ്ടാവും, കുഞ്ഞിനെയും ഇപ്പോൾ പുറത്ത് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കെട്ടി കയറ്റിയിട്ട്, അതായത് ഇവിടെ പ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ വെക്കുകയാണ് ചെറുപ്പക്കാരൻ. അപ്പോൾ ഒരുപാട് പ്രാവുകളുണ്ട്. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക ഈ മക്കല മദീനയിലുള്ളൊരു വലിയൊരു സംഭവമാണ്. ഞാൻ മക്കയിൽ നമ്മൾ ആദ്യ ഏരിയയിലാണെങ്കിലും അതുപോലെ നമ്മൾ മൊല്ല ഖബർസ്ഥാൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പ്രാവുകളങ്ങനെ കാണാം. പ്രാവിന് തീറ്റ വെക്കുന്നവരെയും കാണാം. മാഷാ അല്ലാഹ് എന്തൊരു വൈബാന്ന് പറയാം ഇവിടെയൊക്കെ. വൈബാ. നമ്മളിതാ മെയിൻ റോഡും സ്ട്രീറ്റൊക്കെ കാണുന്നുണ്ട്. വൈബാ. മക്കയുടെ മൊത്തത്തിലൊരു കുറച്ചുകൂടി ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വ്യൂ കിട്ടുമായിരിക്കും. നമ്മളിപ്പോൾ വന്ന് അത്രയും കൂടി കയറേണ്ടി വരും ചിലപ്പോൾ. അതാ ആ മുകളിലേക്ക് അറ്റത്ത് അവിടെ എത്തണം. കുറേ പാകിസ്ഥാനികളാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് വിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇന്നലത്തെ മഴയിൽ കുത്തി ഒലിച്ചു വന്നതാണ് കണ്ടല്ലേ. നമ്മൾ ആ മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ശരിക്ക് പോയിട്ടുണ്ടാവും. ഒരു നോർമൽ റോഡ് ഉണ്ടായതിന് സാധനം. അതെ അതെ അതെ, മുത്തച്ഛമ്പറാണ്. നമ്മളിപ്പോൾ എപ്പോഴും കുറച്ച് ചെറിയ രീതിയിലൊരു മഴയുടെ ഒരു മൂഡ് തന്നെയാണ് ഉള്ളത്. ആ മഴയത്ത് കുത്തി ഒലിച്ച് വന്നിട്ടുള്ള കല്ലുകളാണ് ഈ കാണുന്നത്. താഴെ ഇപ്പം ഇന്നലത്തെ ആ മഴയിൽ ഇതിൻ്റെ അടിവാരത്ത് വെള്ളം ഒന്നായിട്ട് കുത്തൊഴുക്കിൽ വന്നിട്ട് കാറ് ഒഴുകി പോയിട്ടോ അതാപടത്ത് പെട്ടിട്ട് അവർ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണെന്നറിയില്ല. താഴത്തൊരു ജീവനക്കാരൻ പറഞ്ഞാണ്. അതല്ല മുകളിൽ ഇടിമിന്നലേറ്റിട്ട് ഇന്നലെ 2 പേര് ഇടിമിന്നലേറ്റിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അക്ബർ. സ്റ്റെപ്പുകൾ തീർന്നു കേട്ടോ. താഴെയാണ് സ്റ്റെപ്പ് ഉണ്ടെന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇങ്ങനെയുള്ള ഒരു നടപ്പാതയാണ് അത് പറഞ്ഞല്ലോ. പക്ഷേ മഴയത്തൊക്കെ പോയിട്ട് ഫുള്ള് കല്ലായേക്കുന്നു. എൻ്റെ സംശയം ഈ ജബൽ സോർ കയറിയിട്ട് ഇതിൻ്റെ ക്ഷീണമൊക്കെ വെച്ചിട്ട് ജബൽ നൂർ കയറാൻ നമ്മളെ ഹാജിമാർ ധൈര്യം കാണിക്കാവുന്നതാണ്. മുമ്പിൽ പോകുന്നത് പിന്നെ നമ്മളെ അക്സ ട്രാവൽസിൻ്റെ 2 ഹാജി, അതിൻ്റെ 2 യാത്രക്കാരാണ്. ബ്രൗൺ മക്കന. ഒരുപാട് പ്രാവുകൾ. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. നല്ല ഒരു തണുപ്പ് കേട്ടോ. തണുപ്പ് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന തണുപ്പ്. ഒരു ഇളം തണുപ്പും കേട്ടോ. നല്ല രസമുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി കയറ്റത്തിൽ നോക്കിയപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ വ്യൂ നോക്കി.
പറയുന്നത് തൊട്ട് മുമ്പിലെ കുന്നില്ലേ, ആ കുന്ന് നിരത്തിയിട്ട് ഒരു ലോങ് വേ താഴേക്ക് ഏകദേശം ഈ ഹൈറ്റിലേക്കൊക്കെ വണ്ടി വരുന്ന രീതിയിൽ ജബൽ നൂറിൽ ചെയ്ത പോലെ ഒരു ലോങ് വേ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സാധ്യത കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതിൽ റോപ്പ് വേ സംവിധാനം ഇവിടേക്കും ജബൽ നൂറിലേക്കൊക്കെ ഒരുക്കുന്ന പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. റോപ്പ് വേ എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വരാം, റസൂലുള്ളാഹി ഇരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ പോയി കാണാം എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇതുപോലെ കയറ്റം കയറി കാൽനടയായിട്ട് കയറി പോകുമ്പോഴുള്ള ആ ഒരു ഫീൽ കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പ്രാവുകൾ ജബൽ നൂറിൽ ഞാൻ ഇതുവരെ പോയപ്പോൾ 2-3 പ്രാവശ്യം പോയപ്പോൾ കുരങ്ങന്മാർ ചില സീസണിൽ ഭയങ്കരമായിട്ട് കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോഴൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം എപ്പോഴും നമ്മൾ നാട്ടിലാണെങ്കിലും ഈ നമ്മൾ കാട്ടിലും മലയിലൊക്കെ പോകുന്ന സമയത്ത് കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അത് ഗവൺമെൻറ് നിയമവിരുദ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പണിഷബിൾ ആണെന്ന് പറഞ്ഞിട്ട്. കാരണം അത് പിന്നെ നമ്മൾ കൊടുക്കാത്തവരെയും കയ്യിൽ എന്ത് പുതിയ ബാഗ് എന്ത് കണ്ടു കഴിഞ്ഞാലും തട്ടിപ്പറിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആക്രമിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് അവർ പോകും. എന്തായാലും ഇപ്പോൾ കുരങ്ങന്മാരില്ല, പ്രാവുകളാണുള്ളത്. ഇവിടെ കല്ലുകളൊക്കെ കുത്തൊഴുകിട്ട് ഞാൻ എൻ്റെ ഭീകരത അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നേരത്തെ മഴ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒന്നായിട്ട് കല്ലുകളൊക്കെ വന്നിട്ട് റോഡൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത് നല്ല ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്, അതിശക്തമായ മഴ. പക്ഷെ എന്നാലും ആ വെള്ളക്കെട്ട് ഒരുപാട് നേരം നിന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തൊരു വക്താകുമ്പോഴത്തേക്കും അസറിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ആ വെള്ളമൊക്കെ ഏകദേശമൊക്കെ അവർ ക്ലിയർ ചെയ്ത്. കേരള സെ ആപ് ലോഗ് കഹാ സെ? അക്സ ട്രാവൽസിൻ്റെ ആളാണല്ലോ. പെട്ടെന്ന് മുട്ടയടിച്ച് സ്വട്ടൊക്കെ അടിച്ചപ്പോൾ മനസ്സിലായില്ല. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അച്ഛാ ഹേ. നമ്മളിപ്പോൾ വന്നാൽ അത്രയും കൂടി കയറിയാൽ മതി. എക്സ്ട്രാ ട്രാവൽസുകാർ എന്താ ഞങ്ങളൊക്കെ പിന്നെ വൈറ്റ് എടുക്കാം, നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ വിശദമായിട്ട് പറഞ്ഞാൽ മതി. നമ്മളിനി ബാക്ക് മുമ്പിൽ ഇനി ആരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാണാനല്ലേ എൻ്റെ ഷൂ. അപ്പോൾ നമ്മൾ യാത്ര അങ്ങനെ തുടരുകയാണ്. ഉണ്ടോ മഴയത്തുള്ള ആ കല്ല് വന്നിട്ടുള്ളത് നോക്കി. സുബ്ഹാനല്ലാഹ്, നേരത്തെ കയറിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കുറേ പേര്. ഇവർ കയറുമ്പോൾ റെസ്റ്റ് എടുക്കാനോ ഇറങ്ങുമ്പോൾ റെസ്റ്റ് എടുക്കാനോ അറിയില്ല. കുറേ പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട്. ഒരേ നാട്ടുകാരാണ്. ഒരുപാട് അമ്മമാരൊക്കെ ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. ഇത് ഇന്നലത്തെ മഴയിൽ വീണിട്ടില്ല കേട്ടോ. ഓക്കെ, ഇത് ഇന്നലത്തെ മഴയിൽ വീണിട്ടുള്ളതാണ് ഈ പാറക്കല്ലുകൾ. സുബ്ഹാനല്ലാഹ്. ഒക്കെ ഫ്രഷ് ഇതാണ് ഇപ്പം സംഭവിച്ചിട്ടാണിത്. അതായത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇത്രയും റിസ്ക് ആയിട്ടുള്ളൊരു ചെറുതായിട്ട് മുറിയായി.最想碰呀！sorry。
കാലിന് സുഖമില്ല, നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനില്ല എന്ന് പറഞ്ഞ ആളാണ് പോയി നിൽക്കുന്നത്. കാലിന് വയ്യാന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെക്കാളും മുമ്പിൽ ഇവിടെ എത്തി. മാഷാ അല്ലാഹ്. ഒന്ന് സ്നാപ്പ് എടുത്ത് കൊടുത്താണ് എൻ്റെ ഇടയിൽ. മാഷാ ക്ലോക്ക് ടവറാണ് കാണുന്നത്. ബാക്കി കയറട്ടെ. ഇവിടെ ഒരു പൂച്ചനെ കരച്ചിലേക്ക് അവിടെ ഒരു പൂച്ച ഞാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വീണ്ടും പ്രാവുകൾ. വാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്താ സൂര്യങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ചയാണ് ഉള്ളത്. മലയാളികൾ ജബൽ സോറിൽ കുറവാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നതിൽ മലയാളി ഗ്രൂപ്പുകൾ ആരെയും കണ്ടിട്ടില്ല. ഒക്കെ കൂടുതലും തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ജബൽനൂറിലാണെങ്കിൽ ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടാവാറുണ്ട്, മലയാളി ഗ്രൂപ്പുകൾ. ചെറിയൊരു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കയറ്റം തൊട്ടാണ്. കുറച്ചും കൂടെയൊക്കെ വെളിച്ചം വന്നു, നല്ല അന്തരീക്ഷമായി. ക്ലോക്ക് ടവർ ഇതാ വീണ്ടും നല്ല വ്യൂ ആയിട്ട്. വാ, നമ്മളെ ആളുകളൊക്കെ ചിലരൊക്കെ ബാക്കിലുണ്ട്, കുറേ പേര് മുമ്പിലേക്ക് കയറിപ്പോയി. ഇവിടെ എന്തൊക്കെ നമ്പർ 381 786 എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെയാണ് പോവാം. ഇപ്പോഴത്തെ കൂടെ ഇനി എത്ര ആയിട്ടുണ്ടെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും. അടുത്ത ചായക്കട, ഞങ്ങൾ കയറി വരുമ്പോൾ ഇത് കാണുന്ന 3ാമത്തെ ചായക്കടയാണ്. ഭയങ്കര അതിശയമാണിത്. അതെൻ്റെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയുള്ള രീതിയിലാണ്. ആ സ്വാഭാവികമായിട്ട് ആളുകൾ കടന്നു പോകുമ്പോൾ അതിലേ പോയിട്ട് വാങ്ങുമല്ലോ. തസ്ബീഹ് മാലകൾ, കൊടിവെള്ളം, നാരങ്ങ വെള്ളം, ചായ, സ്നാക്സ്, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. വാ 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 വാ, വീണ്ടും സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഭയങ്കര എന്തൊരു വലിയ തസ്ബീഹ് മാല നോക്കി, വലിയ തസ്ബീഹ് മാല.
ഓക്കെ. പിന്നെ സാധനം, ഈ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. മറിയം പൂവ് എന്നാണ് നമ്മൾ, മറിയം പൂവിൽ എന്നൊക്കെ പറയും മലയാളികൾ, മറിയം പൂവ് എന്ന് പറഞ്ഞത്. എന്താ പറയുക, പ്രഗ്നൻസി, വന്ധ്യത, കുട്ടികളില്ലാത്തവർക്ക്, ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ, അതുപോലെ പ്രസവം സുഖമാകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ചെടിയാണ് ഇത്. വെള്ളത്തിലെടുത്ത് തിളപ്പിച്ച് കുടിക്കുകയോ എന്തൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. മക്കയിലും മദീനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കടകളിൽ കാണുന്നൊരു സാധനമാണിത്. അതുപോലെ ഇതൊരു കായ, ഇതിൻ്റെ പേരെന്താണെന്ന് അതുപോലെ सब क्या है? इसको अरबी में दोम बोलते हैं। क्या दोम बोलते हैं। दोम? अरबी में दोम क्या के लिए? नबी बूटी बेवलाद के लिए। बेवल आदमी के लिए. आदमी से ആ അച്ഛാ അച്ഛാ. हमारा और ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതുള്ളത്. ഓക്കെ, ശരി. അത് പൂച്ച വാ. അടിപൊളി. നമ്മളെ ആൾക്കാർ ഇപ്പോഴും ഒരുപാട്, ചിലരൊക്കെ ഒരുപാട് താഴെയാണ്. ഒരു എൻ്റെ സുഹൃത്ത് ഫൈസലും വൈഫും അവരുടെ അയൽവാസിയൊക്കെയാണ്. അവർ കയറി വരുന്നുള്ളൂ. സങ്കടകരമായിട്ടുള്ള വേറൊരു കാഴ്ച ഇവിടെ, ഏറ്റവും സങ്കടമുള്ള ഒരു കാഴ്ച കണ്ടില്ലേ, പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ. ഒന്ന് നമ്മൾ ദീനിൽ ശുദ്ധ ഈമാൻ്റെ ഭാഗമാണ് തുഹൂറു ശത്രുലിമാൻ എന്നൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇനിയും അത് കൊണ്ടുവരാൻ ഒരുപാടുണ്ട്. നമ്മൾ ചുരുങ്ങിയത് ഇതുപോലുള്ള മക്ക മദീന പോലുള്ള സ്ഥലങ്ങളിൽ മിനിമം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യുന്നില്ല. എല്ലായിടത്തും മക്കയിലും മദീനത്തല്ല, എവിടെയാണെങ്കിലും നമ്മൾ വൃത്തി എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടിടുക എന്നുള്ളതല്ല. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, എന്ത് കഴിച്ചാലും പഴത്തൊലിയാണെങ്കിൽ, പഴത്തൊലിയൊക്കെ പിന്നെയും അത് ജീർണിച്ച് പോകണമെന്ന് പറയാം. ബാക്കി കണ്ടെടുത്ത പ്ലാസ്റ്റിക്കും ചപ്പ് ചവറും വലിച്ചെറിയുക, അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ നമ്മൾ സ്വന്തം ബാഗിൽ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഹോട്ടലിലോ എവിടെയെങ്കിലുള്ള വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് പ്രോപ്പറായിട്ട് എവിടെയെന്ന് വെച്ചാൽ പോയിക്കോളും. ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു ശ്രദ്ധയില്ലാണ്ട് കെയർലെസ് ആയിട്ട് ബോട്ടിലുകളൊക്കെ വേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാനങ്ങനെ കുറച്ചിങ്ങനെ കയറി വന്നു. ഇപ്പോൾ എനിക്കുള്ള മറ്റൊരു അതിശയം, താഴെ കുറേ ഭാഗത്ത് ഈ വെള്ളം കുത്തിയൊഴുക്കിയിട്ട് ഒന്നായിട്ട് റോഡ് നാശമായിട്ട് വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അവസ്ഥയൊക്കെ കുറച്ച് മുകളിലേക്കൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു മഴ നനവുണ്ടോ അല്ലാണ്ട് എന്തെങ്കിലും കുത്തിയൊലിച്ച് വന്നതിൻ്റെയോ കല്ലുകളും ഒക്കെ ചെതറിക്കിടക്കുന്നതിൻ്റെയോ അങ്ങനത്തെ ഒരു സീനില്ല, വളരെ പ്രോപ്പർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാഗത്തും അങ്ങനെ വെള്ളം ഒന്നായിട്ട് കുത്തിയിരുന്ന ഭാഗം വലുതായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ അത്ര വലിയ പ്രശ്നം കാണുന്നില്ല. ഓക്കെ, കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. കുറച്ച് ഭാഗം ആണ് അങ്ങനെ ഒന്നായിട്ട് കുത്തിയൊലിച്ച് പാറക്കല്ലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വേണ്ടിയിട്ട് കാണുന്നത്. ഓക്കെ, കാല് ഗ്രിപ്പ് പോയി. ഞാൻ ഷൂ ഇടാൻ പറ്റിയില്ല. ഷൂ ഞാൻ പെട്ടെന്ന് വരാൻ നേരത്ത് തിരഞ്ഞപ്പോൾ കണ്ടില്ല, അപ്പോൾ കാരണം ഹവായ് ചെരുപ്പ് തന്നെയാണ് ഇടുന്നത്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഇടയിലൊരു കാര്യം സംഭവിച്ചത്, കയറി മുകളിലെത്താറായപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫായി. അപ്പോൾ അത് കാരണം ഏറ്റവും മുകളിലെത്തിയിട്ടുള്ള വീഡിയോ സൗർ ഗുഹയുടെ, അഗാർ സൗറിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് എടുത്തു തന്ന ഫോട്ടോയാണിത്. സൗർ ഗുഹയുടെ മുന്നിൽ നിന്നുള്ള ഒരു ഫോട്ടോ. ആക്ച്വലി സൗർ ഗുഹയ്ക്ക് 2 വശത്തൂടെ അകത്ത് കയറാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തൂടെ ആളുകൾ കയറി അപ്പുറത്തൂടെ ഇറങ്ങുന്ന രീതിയിലാണ് ഉള്ളത്. രണ്ടും കുനിഞ്ഞ് കയറണം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർക്ക് ഇരിക്കാനും ഒക്കെ നമസ്കരിക്കാനൊക്കെ സ്പേസ് ഉള്ള രീതിയിലാണല്ലോ. കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമസ്കരിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇരുന്ന ഒരു 3 ദിവസം താമസിച്ച സ്ഥലമാണ്. ഏതായാലും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ, മക്കയും മദീനയും ഒക്കെ സന്ദർശിക്കാൻ, ഉംറ ചെയ്യാൻ, ഇതുപോലുള്ള ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അതിൻ്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഹയുടെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യമാണത്. ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. പിന്നെ കുറച്ച് പേര് അവിടെ ഇരുന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അള്ളാഹു നമ്മളെല്ലാവരെയും ഇവിടെയൊക്കെ വരാനും കാണാനും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.